തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി 48 മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. 5 ലക്ഷം രൂപ നൽകണം. 2 മാസത്തിനുള്ളിൽ തുക നൽകാനും നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നു. പ്രശാന്ത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ കുടുങ്ങുന്ന സംഭവം നിരവധി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും ഉണ്ടാകുന്നു. ആ ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ പ്രത്യേകിച്ച് ഒരു രോഗിയാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത്. നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ഒരു വിധി മനുഷ്യാവകാശ കമ്മീഷൻ നൽകുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നത് 5 ലക്ഷം രൂപ നൽകണമെന്നുള്ളതാണ്. 2 മാസത്തിനുള്ളിൽ തുക നൽകാനും നിർദ്ദേശമുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. വിനോദ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ ആ സംഭവത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് നിർണായകമായിട്ടൊരു വിധി വന്നിരിക്കുന്നത്. രോഗിക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ ഈ നഷ്ടപരിഹാര തുകയായിട്ടുള്ള 5 ലക്ഷം നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. പോങ്ങുപോട് സ്വദേശിയായ രവീന്ദ്രൻ നായർ എന്ന രോഗിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ 45 മണിക്കൂർ കുടുങ്ങിക്കിടക്കുന്ന സംഭവം ഉണ്ടായത്. കഴിഞ്ഞ വർഷം അതായത് 2025 ജൂലൈ 13-ാം തീയതി രാവിലെ 11:45 ഈ ലിഫ്റ്റിൽ ഈ രോഗി കുടുങ്ങുന്നത്. തുടർന്ന് 15-ാം തീയതി വരെ ഇത്തരത്തിൽ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നും രക്ഷിക്കുന്നതിനുള്ള നടപടികളെല്ലാം വൈകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തു. വളരെ ഗുരുതരമായ സംഭവം എന്ന് തന്നെയാണ് ഇത് കമ്മീഷൻ നിരീക്ഷിക്കുന്നത്. കാരണം ഇതിൽ സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ മെഡിക്കൽ വകുപ്പിനും അടക്കം കൂട്ടുത്തരവാദിത്തമുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരം അടിക്കടി ഇത്തരം തകരാറിലാകുന്ന ലിഫ്റ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും സൂചനാഫലകങ്ങൾ വെച്ചില്ല. മാത്രമല്ല, ലിഫ്റ്റ് നന്നാക്കാനുള്ള അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ നൽകിയില്ല. അങ്ങനെ ഗുരുതരമായിട്ടുള്ള പല വീഴ്ചകളും ഈ ആശുപത്രി അധികൃതർ, മെഡിക്കൽ കോളേജിന്റെ അധികൃതരുടെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന കേസാണ് ഇത്. ജീവൻ നഷ്ടപ്പെടാതിരുന്നത് ആ രോഗിയുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂട്ടുത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുമുണ്ട് എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും കമ്മീഷൻ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കുകയും വേണം. അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ, അതായത് ലിഫ്റ്റ് നന്നാക്കുന്ന കമ്പനി, സർവീസ് നടക്കുന്ന കമ്പനിക്കടക്കം ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ എല്ലാം നടപടി കൈക്കൊള്ളണമെന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ രോഗിക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. അതും അടിയന്തരമായി 2 മാസത്തിനുള്ളിൽ അടിയന്തരമായി തന്നെ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. വിനോദ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ലിഫ്റ്റിൽ കുടുങ്ങിയ രോഗിക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിധി മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.